അന്തപ്പ കുഞ്ഞ് തള്ളിയില്ലയ്യ. சாரி, உள்ளே போக முடியாது. பர்மிஷன் இல்லாம உள்ள விடக்கூடாதுன்னு சொல்லியிருக்கு. ആന്റി, എനിക്ക് എന്റെ ഡാഡിയെ കാണണം. കാണിക്കാം മോളെ. അങ്കിൾ അതിനല്ലേ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്. വാ, അങ്ങോട്ടിരിക്കാം. വാ. പറയുന്ന കേക്ക്. ഞങ്ങളെ ഡാഡി അടുത്ത് കൊണ്ടുപോകാം. എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർ നോക്കട്ടെ. എന്താ മോളെ നീ ഇങ്ങനെ കരയല്ലേ? സമാധാനിക്ക്. ഈശ്വരൻ ഒന്നും വരുത്തില്ല. രമണി, കുട്ടികളെ സമാധാനിക്കും. ആന്റണി, எந்த ஆளுதான் சார் ஹரிசாரை காப்பாத்தி இந்த ஹாஸ்பிட்டலுக்கு கொண்டு வந்தது? ഇവനെ പുറത്തു വിടണ്ട சார். ഹരി, ഹരിദാസ്, ഹരി, ഹരി, എന്റെ മക്കൾ പുറത്തുണ്ട്. വിളിക്കണം. കുട്ടികളെ വിളിക്കും. സാർ, അലിയാരും സംഘവും തന്നെയാണ് നിന്നെ ആക്രമിച്ചത് അല്ലേ? അതെ. ആന്റണിയെ പ്രതി ചേർക്കരുത്. അയാളാണ് എന്നെ രക്ഷിച്ചത്. അയാൾ എൻ്റെ മക്കളിൽ ഒരാളുടെ അച്ഛനാണ്. ആരുടെ? ചോദിക്കരുത്. അതാരും അറിയുന്നത് എനിക്കിഷ്ടമല്ല. നീ പോലും. ശ്രീകുട്ടി, നന്ദി കുട്ടിക്കും പാറക്കുട്ടിക്കും ധൈര്യം കൊടുക്കണം. ആന്റണി വിളിക്കും. പുറത്ത് ആന്റണി ഒരാൾ നിൽപ്പുണ്ട്. நீதான் ஆண்டனி. உள்ளவா. സാർ, ആന്റണി സാർ, എന്റെ 3 മക്കളെയും പൊന്നുപോലെ നോക്കണം സാർ. ഒരച്ഛന്റെ മനസ്സ് സാറ് മനസ്സിലാക്കണം. ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ? ദൈവത്തെ ഓർത്ത് പറയണം. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എല്ലാം എല്ലാരും ഇനി ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? എഴുന്നേറ്റ് കുളിച്ചെന്തെങ്കിലും കഴിക്കേ. ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ?
മേലിൽ ഞങ്ങളുടെ മുന്നിൽ വരരുത്. ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളെ. പിള്ളേ പിള്ളേ എന്തോ എന്തോ എന്താ മോളെ? ആരാണ് ഇയാളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? നിങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ആരും കാണണ്ട. എന്തിനാ ഇയാളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? പറഞ്ഞു വിട്ടൂടെ? എന്താ ശ്രീകുട്ടി ഇങ്ങനെ പറയുന്നത്? ഇനി നിങ്ങളെ വിട്ട് ഇയാൾ എവിടെ പോവാനാ? ഡാഡി പറഞ്ഞത് മോള് കേട്ടതല്ലേ? ഡാഡി നുണയാ പറഞ്ഞത്. ഇയാള് ഞങ്ങളുടെ ആരുമല്ല. കടന്നു പോകുന്നുണ്ടോ അവിടുന്ന്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. സാരമില്ല, ഓ. ഞാൻ പുറത്തു നിന്നോളാം. അവരെ ആശ്വസിപ്പിക്കണം. 3-4 ദിവസമായില്ലേ അവരെന്തെങ്കിലും കഴിച്ചിട്ട്. ഒന്ന് പറയും. രാജഗോപാലൻ സാറിനെ കാത്തിരുന്ന നമ്മൾ പട്ടിണിയാവുള്ളൂ. ഇന്നലെ വരുമ്പോ രാത്രി 1 മണി, ഇന്ന് ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞു പോയതാ. ഏത് കാട്ടിലാന്ന് അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം എത്തിക്കാൻ പറ്റുള്ളൂ. കഴിച്ചോളൂ. ഓ വാ, ഇരുന്നോളൂ. എന്നാ നമുക്ക് ഇരിക്കാം. ഇയാള് ഞങ്ങളുടെ മുന്നിൽ കാണരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇതിനെ ക്ഷണിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ശ്രീദേവി, അങ്ങനെയൊന്നും പറയരുത് കുട്ടി. ഞാൻ മാറിത്തരാം. കുട്ടികളെ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. ഇത്തിരി കൂടിപ്പോയി മോളെ. മനുഷ്യനല്ലേ. മനുഷ്യൻ. ഞങ്ങൾക്കറിയാം അയാളെ. ആരും ഒന്നും മറക്കണ്ട. അല്ല, ഇവിടെ വന്നിരിക്കുകയാണോ? അകത്തേക്ക് വരൂ, അവിടെ ഇരിക്കാം. വേണ്ട, കുട്ടികള് അവര് മുകളിലാ. രാജഗോപാലൻ സാറും ഭാര്യയും വന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഒന്ന് ആസ്വദിക്കാൻ പോലും ആരാ ഉള്ളത്? വരുന്നേ. അവരെന്നെ കാണണ്ട. എന്നെ കണ്ടാൽ ചിലപ്പോ ഇഷ്ടാവൂല. എന്നാ കിടക്കാറാകുമ്പോഴേക്കും അങ്ങോട്ട് വന്നോളൂ. പിള്ളേ, ഓ, എടുത്തു വളർത്തിയ കുഞ്ഞേതാണെന്ന് പിള്ളേക്കും അറിയില്ലേ? സാറും ഭാര്യയും കൊടൈക്കനാലിൽ വന്ന മുതൽ ഞാനുണ്ട് കൂടെ. അപ്പൊ 3 മക്കളും ഉണ്ട്. ഇങ്ങനൊരു കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ആരോട് ചോദിച്ചാലാ ദൈവമേ സത്യം ഒന്നറിയാം. എടുത്തു വളർത്തിയ കുഞ്ഞ് ഏതാന്ന് ചോദിക്കുകയായിരുന്നു മൂപ്പര്. അങ്ങനെ വേർതിരിച്ച് കാണരുതെന്ന് ഹരി പറഞ്ഞതല്ലേ? ഒരു വേർതിരിവ് ഞാൻ കാണിക്കില്ല. അറിയാൻ, വെറുതെ ഒന്നറിയാൻ. ഉള്ളിലെ ആശ അടക്കാൻ പറ്റണില്ല സാർ. എനിക്കും അറിയില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാം. ആദ്യം കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടട്ടെ. അവരെ കുറിച്ച് വിവരം വല്ലതും? സെർച്ച് നടക്കുകയാണ്. ആഫീസിന്ന് പല പ്രാവശ്യം വിളിച്ചു. വന്ന ഉടനെ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞു. ഓഹോ,